അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 38ാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരു യൂസേജ് പുതുതായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതായത് വർബിൻ്റെ കൂടെ ING ചേർത്തുകൊണ്ടുള്ള ഫോം. ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച പ്രയോഗങ്ങളിലൊന്നും INGയുടെ ആവശ്യം വന്നിട്ടില്ല. ഉദാഹരണത്തിന് കം എന്നതിൻ്റെ കൂടെ ING ചേർത്ത് കമ്മിങ്, ഹെൽപ്പ് എന്നതിൻ്റെ കൂടെ ING ചേർത്താൽ ഹെൽപ്പിംഗ്, ഇങ്ങനെയുള്ള ING ഫോം നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൽ അത് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാഠത്തിൻ്റെ ക്രമം എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് കൊടുക്കുക, അതിനുശേഷം ആം ഈസ് ആർ എന്നതിലെ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക, ഏതാണോ സബ്ജക്റ്റ് എങ്കിൽ അതിനനുസരിച്ച് ഒന്ന് കൊടുക്കുക, അതിനുശേഷം വെർബ് പ്ലസ് ING. അതാണ് നമ്മുടെ ഇന്നത്തെ പാഠത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഐ ആം ടീച്ചിങ് ദം, ഐ ആം ഫസ്റ്റ് സബ്ജക്റ്റായി അതിൻ്റെ കൂടെ മാത്രമേ ആം ചേരുകയുള്ളൂ. അപ്പോൾ ഐ ആം, ദെൻ വർബ് ടീച്ച് എന്ന വർബ് അതിൻ്റെ കൂടെ ING. ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുകയാണ്, ഇപ്പം ഞാൻ പഠിപ്പിക്കുകയാണ്, അതിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്യഘടന ഉപയോഗിക്കുന്നത്. ഐ ആം ടീച്ചിങ് ദം, ഞാൻ അവരെ പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ് യു, ഞാൻ നിന്നെ പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഹെർ, ഞാൻ അവളെ പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഹിം, ഞാൻ അവനെ പഠിപ്പിക്കുകയാണ്. എന്നിത്യാദി അർത്ഥങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള വാചകങ്ങളെ പ്രയോഗിക്കാം. അപ്രകാരം മറ്റു വർബുകൾ അതിൻ്റെ ING ഫോമോടുകൂടെ നമ്മൾ ചേർക്കുകയാണ്. ഐ ആം കോളിങ് യു, ഞാൻ നിന്നെ വിളിക്കുകയാണ്. ഐ ആം ഡ്രൈവിങ്, ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയാനാണ് നമ്മൾ ഈ വാക്യഘടന ഉപയോഗിക്കേണ്ടത്. ഐ ആം ഡ്രൈവിങ് ടു കാലിക്കറ്റ്, ഞാൻ കോഴിക്കോട്ടേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. ഐ ആം സ്പീക്കിംഗ്, ഞാൻ സംസാരിക്കുകയാണ്. ഐ ആം സെർച്ചിങ്, ഞാൻ തിരയുകയാണ്. ഇങ്ങനെ വെർബ് പ്ലസ് ING ചേർത്ത് ഫസ്റ്റ് സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ ആം ഈസ് ആർ എന്നതിലെ ഏതെങ്കിലും ഒരു ഓക്സിലറി, അതിനുശേഷം വെർബ് പ്ലസ് ING എന്നിവ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കിട്ടുന്ന അർത്ഥം നാം ചെയ്യുകയാണ് എന്നുള്ളൊരർത്ഥമാണ്. ഉദാഹരണം നമ്മളിവിടെ ഐ വെച്ചുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. അടുത്ത ഉദാഹരണങ്ങളിലേക്ക് പോകാം. ഹീസ് ഗോയിങ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. ഏകവചനങ്ങൾ മുഴുവൻ ഐ ഒഴികെയുള്ള ഏത് ഏകവചനവും അതിനുശേഷം നമ്മൾ ഈസാണ് വെക്കേണ്ടത്. അതിനുശേഷം വെർബ് പ്ലസ് ING വെക്കുന്നു. ഹീസ് ഗോയിങ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. റസീൻ ഈസ് ഗോയിങ് ടു സ്കൂൾ, റസീൻ സ്കൂളിലേക്ക് പോവുകയാണ്. റസാന ഈസ് ഗോയിങ് ടു സ്കൂൾ, റസാന സ്കൂളിലേക്ക് പോവുകയാണ്. മുഫ്ലിഹ ഈസ് ഗോയിങ് ടു സ്കൂൾ, മുഫ്ലിഹ സ്കൂളിലേക്ക് പോവുകയാണ്. ഇങ്ങനെ നമ്മൾ അവിടെ അവർ ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യം പറയാൻ മുഴുവൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു വാക്യഘടനയാണ്. ഫസ്റ്റ് ഹി എന്ന സബ്ജക്റ്റ്, അതുപോലെ തന്നെ നമ്മൾക്ക് ഐ ഒഴികെയുള്ള ഏത് ഏകവചനം സബ്ജക്റ്റ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരിക. പ്രൈം മിനിസ്റ്റർ ഈസ് ഗോയിങ് ടു അമേരിക്ക, പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോവുകയാണ്. ഒക്കെ ഈസാണ് നമ്മൾ ചേർക്കേണ്ടത്. അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ. അവൻ അവൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്. ഹി ഈസ് ഗോയിങ് ടു ഹിസ് ഓഫീസ്. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അവൾ അവളുടെ ഓഫീസിലേക്ക് പോവുകയാണ്. ഷീ ഈസ് ഗോയിങ് ടു ഹെർ ഓഫീസ്. ഷീ ഈസ് ഗോയിങ് ടു ഹെർ ഓഫീസ്, അവൾ അവളുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അവർ അവളുടെ സ്കൂളിലേക്ക് പോവുകയാണ്. ഷീ ഈസ് ഗോയിങ് ടു ഹെർ സ്കൂൾ. അവൾ അവളുടെ ടൗണിലേക്ക് പോവുകയാണ്. ഷീ ഈസ് ഗോയിങ് ടു ഹെർ ടൗൺ. അവൾ അവളുടെ ഷോപ്പിലേക്ക് പോവുകയാണ്. ഷീ ഈസ് ഗോയിങ് ടു ഹെർ ഷോപ്പ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ പറയേണ്ടത്. അപ്രകാരം തന്നെ ഇനി നമ്മൾ ഐ യു ഒഴികെയുള്ള മറ്റു ബഹുവചനങ്ങൾ, അതുപോലെ തന്നെ യു എന്നതിൻ്റെയും കൂടെ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ബഹുവചനങ്ങളുടെ കൂടെയും യു എന്നതിൻ്റെ കൂടെയും ആർ എന്നുള്ള ഓക്സിലറിയാണ് ഉപയോഗിക്കേണ്ടത്. വാക്യഘടന ഇത് തന്നെ. ഫസ്റ്റ് സബ്ജക്റ്റ്, പിന്നീട് ആറ്, അതിനുശേഷം വെർബ് പ്ലസ് ING. ഉദാഹരണം നമ്മൾ നോക്കാം. യു ആർ കമ്മിങ്, നീ വരികയാണ്. യു ആർ കമ്മിങ് ഫ്രം യുവർ ഹൗസ്, നീ നിൻ്റെ വീട്ടിൽ നിന്ന് വരികയാണ്. യു ആർ കമ്മിങ് ഫ്രം ബാംഗ്ലൂർ, നീ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. ദേ ആർ കമ്മിങ് ഫ്രം മക്ക, അവർ മക്കയിൽ നിന്ന് വരികയാണ്. വി ആർ കമ്മിങ് ഫ്രം അമേരിക്ക, നമ്മൾ അമേരിക്കയിൽ നിന്ന് വരികയാണ്. ഫസ്റ്റ് ബഹുവചനമായിട്ടുള്ള ഏത് സബ്ജക്റ്റും, അതിനുശേഷം ആറ്, പിന്നെ വെർബ് പ്ലസ് ING. അപ്രകാരം തന്നെയാണ് യു എന്നതും. യു എന്നാണെങ്കിലും ഇങ്ങനെ തന്നെ ആറായിരിക്കും ഉപയോഗിക്കുക. അപ്പം നീ ചെയ്യുകയാണ്, നീ ഞങ്ങളെ സഹായിക്കുകയാണ്. യു ആർ ഹെൽപ്പിംഗ് ഹാസ്, യു ആർ ഹെൽപ്പിംഗ് ഹാസ്, നീ ഞങ്ങളെ സഹായിക്കുകയാണ്. നീ ഞങ്ങളെ പരിഹസിക്കുകയാണ്. യു ആർ ഇൻസൾട്ടിങ് ഹാസ്. നീ ഡ്രൈവ് ചെയ്യുകയാണ്. യു ആർ ഡ്രൈവിങ്. നീ നിൻ്റെ കാർ ഡ്രൈവ് ചെയ്യുകയാണ്. യു ആർ ഡ്രൈവിങ് യുവർ കാർ. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ
പറയേണ്ടത്. നീ നിന്റെ കാർ ഡ്രൈവ് ചെയ്യുകയാണ്, യു ആർ ഡ്രൈവിംഗ് യുവർ കാർ. നീ നിന്റെ സ്കൂളിലേക്ക് പോവുകയാണ്, യു ആർ ഗോയിങ് ടു യുവർ സ്കൂൾ. നീ നിന്റെ ഷോപ്പിലേക്ക് പോവുകയാണ്, യു ആർ ഗോയിങ് ടു യുവർ ഷോപ്പ്. നീ നിന്റെ ഓഫീസിലേക്ക് പോവുകയാണ്, യു ആർ ഗോയിങ് ടു യുവർ ഓഫീസ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ പറയേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് സബ്ജക്റ്റ്, അതിനുശേഷം ആം, ഈസ്, ആർ എന്നതിലെ ഏതെങ്കിലും ഒന്ന്. നമുക്കറിയാം ആം എന്നത് ഐ എന്നതിൻ്റെ കൂടെ മാത്രമേ വരികയുള്ളൂ. പിന്നീട് ഈസ് എന്നുള്ളതാണ്, ഈസ് ഐ യു ഒഴികെയുള്ള എല്ലാ ഏകവചനങ്ങളുടെയും കൂടെ വരും. പിന്നീട് ആർ എന്നുള്ളതാണ്, അത് എല്ലാ ബഹുവചനങ്ങളുടെയും കൂടെ വരും. അതുപോലെ തന്നെ യു എന്നതിൻ്റെയും കൂടെ വരും. നമുക്ക് അതിനുശേഷം വെർബാണ്, അതിനുശേഷം ING ആണ്. ഇപ്പോൾ ടീച്ച് എന്നതിൻ്റെ കൂടെ ING ചേർക്കുമ്പോൾ നമുക്ക് ടീച്ചിങ് എന്ന് കിട്ടും. അപ്രകാരം തന്നെ ഗോ എന്നതിൻ്റെ കൂടെ ING ചേർക്കുമ്പോൾ ഗോയിങ് എന്ന് കിട്ടും. കം എന്നതിൻ്റെ കൂടെ ING ചേർക്കുമ്പോൾ കമ്മിങ് എന്ന് കിട്ടും. ഇതുപോലെ വെർബിൻ്റെ കൂടെ ING ചേർത്തിട്ടുള്ള ആ ഒരു ING ഫോമാണ് കമ്മിങ്, ഗോയിങ്, സ്ലീപ്പിംഗ്, റൈറ്റിംഗ്, ടീച്ചിങ്, ഇൻസൾട്ടിങ്, ഹെൽപ്പിംഗ്, ചീറ്റിംഗ് എന്നിങ്ങനെയൊക്കെയുള്ള വെർബ് പ്ലസ് ING. ആ ING ഫോമിനെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അർത്ഥം ചെയ്യുകയാണ്, ഇപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ് എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാഠം എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ആശയം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി പ്രത്യേകം ശീലിക്കുക, പ്രാക്ടീസ് ചെയ്യുക. വളരെയധികം കൂടുതൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിനെ പ്രാക്ടീസ് ചെയ്യുക. ഇതോടെ ഇന്നത്തെ ഈ പാഠം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.